ഹായ് ഫ്രണ്ട്സ്, ARV എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ സിലബസ് അനുസരിച്ചുള്ള കോച്ചിങ് ആണ് ഇനി പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിലെ ബ്രിക്സ് എന്ന് പറയുന്ന പോർഷനാണ് ഇപ്പോൾ നോക്കുന്നത്. ബ്രിക്ക് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബ്ലോക്ക് യൂസ്ഡ് ടു ബിൽഡ് വാൾസ്, പെർമൻസ് ആൻഡ് അതർ എലമെൻറ്റ്സ് ഇൻ മേഷനറി കൺസ്ട്രക്ഷൻ. ബ്രിക്ക് എന്ന് പറയുന്നത് എന്താണ്? കട്ട അല്ലേ? ഈ കട്ടകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വീടൊക്കെ പണിയുമ്പം നമ്മൾ വോൾസൊക്കെ ബിൽഡ് ചെയ്യാൻ, അതായത് ഭിത്തിയൊക്കെ കെട്ടിപ്പൊക്കുന്ന എങ്ങനെയാണ്? കട്ടകൾ ഉപയോഗിച്ചാണ്. അതല്ലെങ്കിൽ എന്താണ്? നമുക്ക് കട്ടകൾ പാകാൻ ഉപയോഗിക്കും അല്ലേ? അതായത് നമുക്കറിയാം ഇൻ്റർലോക്കിങ്ങിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും, ലോക്ക് കട്ടകളൊക്കെ അല്ലാതെ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തൊക്കെ പാകുന്ന അതും കട്ടകളാണ്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ബ്രിക്ക് എന്ന് പറയുന്നത്. കട്ടകൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഉണ്ട്, എല്ലാം കട്ടകളാണ്. അതതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചും ഷേപ്പ് അനുസരിച്ചും ഒക്കെ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അപ്പം ദ ടേം ബ്രിക്ക് ഡിനോട്ട് എ ബ്ലോക്ക് കമ്പോസ്ഡ് ഓഫ് ഡ്രൈഡ് ക്ലേ. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈഡ് ക്ലേ ആണ് അല്ലേ? അതായത് ക്ലേ നമ്മൾ ഒരു മോൾഡിലേക്ക് ഒഴിക്കുന്നു. അതായത് നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട കിട്ടേണ്ടത് ആ ഷേപ്പിലുള്ള മോൾഡിലേക്ക് ഒഴിക്കുന്നു. മോൾഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പം പാത്രത്തിൽ ഒഴിച്ചിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിലല്ലേ കേക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഏത് ഷേപ്പിലാണോ വേണ്ടുന്നത് ആ ഷേപ്പിലുള്ള മോൾഡിൽ ഒഴിച്ച് ക്ലേ ഒഴിച്ച് വെക്കുന്നു. അങ്ങനെ ഒഴിച്ച് അതിനെ ഡ്രൈ ചെയ്യുന്നു. ഡ്രൈ ചെയ്തിട്ട് ബേൺ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡ്രൈഡ് ക്ലേ ആണ് ഈ ബ്രിക്കായിട്ട് നിർമ്മിച്ചെടുക്കുന്നത്. ഇനി ബ്രിക്സ് ക്യാൻ ബി ജോയിൻഡ് ടുഗദർ യൂസിങ് മോർട്ടാർ, അഡ്ഹസീവ്സ് ഓർ ബൈ ഇൻ്റർലോക്കിംഗ് ദം. ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചാന്തൊക്കെ വെച്ചാണ് ഒന്നിൽ കൂടുതൽ കട്ടകൾ തമ്മിൽ ജോയിൻ ചെയ്ത് പോകുന്നത്. അതായത് ഒരു ഭിത്തിയൊക്കെ കെട്ടുമ്പോൾ അവിടെ എന്താണ്? നമ്മൾ ഒരു കട്ട ഇങ്ങനെ ഒരു കട്ട വെച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത കട്ട വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താണ്? ചാന്താണ് കൊടുക്കുന്നത്. അതാണ് എന്താണ് മോർട്ടാർ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ സിമെൻ്റൊക്കെ വെച്ച് നമ്മൾ ചാന്ത് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്ത് പോകുന്നു. അതല്ലെങ്കിൽ എന്താണ്? രണ്ട് കട്ടകൾ തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്തും ഈ ബ്രിക്സിനെ ജോയിൻ ചെയ്യാം. ബ്രിക്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂമറസ് ക്ലാസസ്, ടൈപ്സ്, മെറ്റീരിയൽസ് ആൻഡ് സൈസസ് വിച്ച് വേരി വിത്ത് ദ റീജിയൺ ആൻഡ് ടൈം പീരീഡ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റീസ്. അപ്പം ബ്രിക്സ് പല ടൈപ്സ് ഉണ്ട്. അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചും അതിൻ്റെ സൈസ് അനുസരിച്ചും ഒക്കെ ബ്രിക്സ് വേരി ചെയ്യും. വേരിയസ് ക്ലാസ്സസ് ഉണ്ട്. ബ്രിക്സിനെ ക്ലാസ് എ, ക്ലാസ് ബി അങ്ങനെ തന്നെ പല ടൈപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബ്രിക്സ് വളരെ ഹൈ ക്വാണ്ടിറ്റിയിലും നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് ആവശ്യമുള്ള രീതിയിലാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലും, ഇപ്പം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ആ മാനുഫാക്ചറിങ് ആ ഒരു ഇപ്പം നമ്മൾ ഒരു കമ്പനിയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ ആ ഒരു എത്രത്തോളം ബ്രിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നോ അതിനനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ബ്രിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് PSCക്ക്. അപ്പോൾ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡൻറ്റ് കോൾഡ് ഫ്രോഗ്. ഒരു ഡിപ്രഷനാണ് ബ്രിക്കിൻ്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്രഷനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കാം. അതായത് കണ്ടോ, ഒരു ഡിപ്രഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഒരു 1 to 2 സെൻറ്റിമീറ്റർ ഡെപ്തിൽ ഒരു ഡിപ്രഷൻ ഈ ബ്രിക്കിൻ്റെ ഫേസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കട്ടയാണെങ്കിൽ ആ കട്ട വെച്ച് അടുക്കി ഇങ്ങനെ മുകളിലേക്ക് ഭിത്തി പോകുന്നു. അപ്പോൾ ഭിത്തിയുടെ ഇവിടെ നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് ബ്രിക്കിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഫേസ് എന്ന് പറയുന്നത്. ഇത് അപ്പോൾ ആ ഫേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്രഷനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഈ ഡിപ്രഷനാണ് ഫ്രോഗ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊരു അളവുണ്ട്. അളവ് 10x4x1 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ നീളം, 4 സെൻറ്റിമീറ്റർ വീതി, 1 മുതൽ 2 വരെ ഇതിൻ്റെ ഡെപ്ത്ത് 1 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ ഡിപ്രഷനാകാം. അപ്പോൾ ഈ സൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഡീപ്പ്, ഡെപ്ത്ത് അതൊക്കെ ഓർത്തിരിക്കണം. അതൊക്കെ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ദ ഡിപ്രഷൻ പ്രൊവൈഡഡ് ഇൻ ദ ഫേസ് ഓഫ് ബ്രിക്ക്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഡിപ്രഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ബ്രിക്കിൻ്റെ ഫേസിൽ. ഇപ്പോൾ ഫ്രോഗ് എവിടെയാണ് കാണപ്പെടുന്നത് അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
മോർട്ടാർ ഈസ് ഫിൽഡ് ഇൻ ദി ഫ്രോഗ് വൈൽ ലേയിങ് ദ ബ്രിക്സ് ഇൻ ദി മേഷനറി. അതായത് ബ്രിക്സ് വെച്ച് നമ്മൾ മേഷനറി വർക്കിനകത്തൊക്കെ ബ്രിക്സ് വെച്ച് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് മോർട്ടാർ ഫില്ല് ചെയ്യുന്നത്. അതായത് ചാന്തൊക്കെ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫ്രോഗിലാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. ഇനി മാനുഫാക്ചറർ നെയിം ഈസ് ഇംപ്രിൻറ്റഡ് ഇൻ ദ ഫ്രോഗ്. നിങ്ങളൊരു ബ്രിക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, അതിൻ്റെ ആ ഡിപ്രഷൻ കൊടുത്തിരിക്കുന്ന പോർഷനിൽ മാനുഫാക്ചറർ നെയിം കാണും. അതുപോലെ ഈ ഫിഗറിനകത്തും ഉണ്ടല്ലേ, ആ ഫിഗറിനകത്തും കാണാൻ പറ്റും. അപ്പോൾ മാനുഫാക്ചറർ നെയിം ഇംപ്രിൻറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഫ്രോഗിലാണ് കൊടുക്കുന്നത്. അടുത്തത് സൈസ്. ബ്രിക്കിൻ്റെ സൈസിന് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്, നോമിനൽ സൈസ് ഉണ്ട്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. അങ്ങോട്ട് നോട്ട് ചെയ്ത് പഠിക്കുക പ്രത്യേകം. ഇപ്പോൾ ഒരെണ്ണം മാത്രം പഠിക്കുമ്പോൾ, ബ്രിക്ക് മാത്രം പഠിക്കുമ്പോൾ നമുക്കിത് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ മെറ്റീരിയൽസിനകത്ത് വീണ്ടും അടുത്ത ഓരോ ഇതും അഗ്രിഗേറ്റ്സ് ഉണ്ട്, പിന്നെ കോൺക്രീറ്റ് ഉണ്ട്. അതൊക്കെ പഠിക്കുമ്പം എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഓരോന്നും നന്നായിട്ട് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്, ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എന്താണ്? 190 mm ഇൻറ്റു 90 mm ഇൻറ്റു 90 mm. 190 mm ഇൻറ്റു, ഇത് ഇൻറ്റു ആണ്, 190 mm ഇൻറ്റു 90 mm ഇൻറ്റു 90 mm ആണ് BIS റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ്. ഇനി നോമിനൽ സൈസ് എന്ന് പറയുമ്പം മോർട്ടാറിൻ്റെ തിക്നെസ്സും കൂടെ, ബ്രിക്കിൻ്റെ കൂടെ എന്താണ്? മോർട്ടാറിൻ്റെ തിക്നെസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. മോർട്ടാറിൻ്റെ തിക്നെസ്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ബ്രിക്കിൻ്റെ നോമിനൽ സൈസ് എത്രയാണ് കിട്ടുന്നത്? 200 mm ഇൻറ്റു 100 mm ഇൻറ്റു 100 mm. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസും നോമിനൽ സൈസും ബ്രിക്കിൻ്റെ. ഇനി ട്രഡീഷണൽ സൈസ് ഉണ്ട്. ട്രഡീഷണലായിട്ട് യൂസ് ചെയ്തിരുന്നത് 23 ഇൻറ്റു 11.4 ഇൻറ്റു 7.6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ശ്രദ്ധിക്കുക, ഇതെല്ലാം MM ആണ്, ഇവിടെ വരുമ്പം സെൻറ്റിമീറ്റർ ആണ്. 23 ഇൻറ്റു 11.4 ഇൻറ്റു 7.6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സൈസ് എല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് കോൺസിസ്റ്റുവൻസ് ഓഫ് എ ബ്രിക്ക്. അതായത് ഒരു ബ്രിക്ക്, നല്ലൊരു ബ്രിക്ക് നിർമ്മിച്ചെടുക്കണമെങ്കിൽ എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള ബ്രിക്ക് നിർമ്മിച്ചെടുക്കണമെങ്കിൽ, അങ്ങനെയുള്ള ബ്രിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നല്ല വീടുകളൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് വേണം അല്ലേ? അങ്ങനെ ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കോൺസിസ്റ്റുവൻസ് ഉണ്ട്. ആ കോൺസിസ്റ്റുവൻസ് എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം. കൂടി പോകാൻ പാടില്ല, കുറഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ കോൺസിസ്റ്റുവൻറ്റും ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കിനകത്തുള്ള കോൺസിസ്റ്റുവൻസ് എന്ന് പറയുന്നത് സിലിക്ക, അലൂമിന, ലൈമ്, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, ഇത്രയുമാണ് ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കിനകത്തുള്ള കോൺസിസ്റ്റുവൻസ്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. അലൂമിന എന്ന് പറയുന്നത് ഒരു ബ്രിക്കിനകത്തെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബ്രിക്കിനകത്തെ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്നുള്ളത്. അലൂമിന എന്ന് പറയുന്നത് ബ്രിക്കിലെ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു ഗുഡ് ക്വാളിറ്റി ബ്രിക്കിനകത്ത് എത്രയാണ്? 20 to 30% അലൂമിനയാണ് കാണപ്പെടുന്നത്. അലൂമിന എന്തായി ചെയ്യുന്നു? വെള്ളത്തിനെ അബ്സോർബ് ചെയ്യുന്നു. ഇറ്റ് അബ്സോർബ്സ് വാട്ടർ. വെള്ളത്തിനെ അബ്സോർബ് ചെയ്തിട്ട് എന്താണ്? ഈ ക്ലേ ആണല്ലോ ബ്രിക്കായിട്ട് നമ്മൾ മാറ്റപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലേയ്ക്ക് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അലൂമിനയാണ് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വാട്ടറിനെ അബ്സോർബ് ചെയ്ത് പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രിക്കിനെ നമുക്ക് ഈസിലി മോൾഡ് ചെയ്യാൻ പറ്റും. അപ്പം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താണ്? അത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മോൾഡഡായിട്ട് കിട്ടുന്നു. എങ്കിലല്ലേ നമുക്ക് ഡ്രൈ ചെയ്ത് ബേൺ ചെയ്ത് ബ്രിക്കാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അലൂമിന പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പെർസെൻറ്റേജ് അത് ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അത് എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക. ഇഫ് എക്സസ് ഓഫ് അലൂമിന ഈസ് ആഡഡ് ടു ബ്രിക്ക് ദെൻ ബ്രിക്ക് മേ ഷ്രിങ്ക്, വ്രാപ്പ് ഓർ ട്വിസ്റ്റ് അറ്റ് ഡ്രൈയിങ് ഓർ ബേണിങ്. അതായത് കൂടുതലായിട്ട് അലൂമിന 20 to 30% ആകാവൂ, അതിൽ കൂടി പോകാൻ പാടില്ല. കൂടുതലായിട്ട് അലൂമിന ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? ഷ്രിങ്കേജും വ്രാപ്പിങ്ങും ട്വിസ്റ്റിങ്ങും ഒക്കെ സംഭവിക്കുന്നു. ഏത് സമയത്ത്? ഡ്രൈയിങ്ങും ബേണിങ്ങിൻ്റെയും സമയത്ത്. അതായത് നമ്മൾ മോൾഡ് ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് ഷ്രിങ്കേജും വ്രാപ്പിങ്ങും ട്വിസ്റ്റിങ്ങും ഒക്കെ സംഭവിക്കാം അലൂമിന കൂടിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ അലൂമിന കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് പൊട്ടലും അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാകും, ക്രാക്കിംഗ് ഒക്കെ ഉണ്ടാകും.
അങ്ങനെ അതിനെയൊക്കെ ഷ്രിങ്കേജിനെയൊക്കെ കാരണമാകും ഈ അലൂമിനിയയുടെ കണ്ടൻറ്റ് കൂടിപ്പോയി കഴിഞ്ഞാൽ. ഇനിയും എക്സസ് ഓഫ് അലൂമിന ആയിക്കഴിഞ്ഞാൽ മറ്റൊരു മേജർ പ്രശ്നം വരുന്നത് ഭയങ്കരമായിട്ട് ബ്രിക്ക് ഹാർഡായി പോകുന്നു ബേണിങ്ങിന് ശേഷം. ഇപ്പം ബേണിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന ബ്രിക്ക് വളരെ കട്ടി കൂടിയതായി പോകുന്നു അലൂമിന കൂടിപ്പോയാൽ. ഇനി ഇൻസഫിഷ്യൻ്റ് അലൂമിന ആണെങ്കിൽ, അതായത് അലൂമിനിയയുടെ കണ്ടൻറ്റ് കൂടിപ്പോയാലും പ്രശ്നമുണ്ട്, കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ട്. അലൂമിനിയയുടെ കണ്ടൻറ്റ് കുറഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുന്നത്? ബ്രിക്ക് മേ നോട്ട് ബി ഡിസൈഡ് ക്വാളിറ്റി, അതായത് ബ്രിക്കിന് കറക്റ്റ് നമുക്ക് വേണ്ടുന്നത്ര ക്വാളിറ്റിയുള്ള ബ്രിക്ക് കിട്ടത്തില്ല. അപ്പോൾ അലൂമിന എന്ന് പറയുന്നത് എല്ലാ പോയിൻറ്റ്സും നമുക്ക് വേണ്ടുന്നതാണ്. എല്ലാ പോയിൻറ്റ്സും നോട്ട് ചെയ്ത് പഠിക്കുക. സിലിക്ക എന്ന് പറയുന്നത് 50 to 60% ആണ് സിലിക്ക. അപ്പം ശ്രദ്ധിക്കുക, നമ്മൾ ഓർക്കും ചീഫ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ആ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന്. ഒരിക്കലുമല്ല. ചീഫ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ പെർസെൻറ്റേജ് ഓർത്ത് വെക്കുക. 20 to 30% ആണ് ഈ അലൂമിന എന്ന് പറഞ്ഞ ചീഫ് ഇൻഗ്രീഡിയൻറ്റ്. ഇനി സിലിക്കയാണ് ഒരു ബ്രിക്കിനകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോൺസിസ്റ്റൻറ്റ്. 50 to 60% സിലിക്കയുണ്ട്. അതുപോലെ സിലിക്ക എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്രാക്കിങ്ങും ഷ്രിങ്കേജും ട്വിസ്റ്റിങ്ങും ഒക്കെ അവോയ്ഡ് ചെയ്യാനാണ് സിലിക്ക യൂസ് ചെയ്യുന്നത്. അപ്പം അലൂമിന കൂടിപ്പോയാൽ ഇതുപോലെ ക്രാക്കിങ്ങും ട്വിസ്റ്റിങ്ങും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ സിലിക്ക യൂസ് ചെയ്യുന്നു. പിന്നെ ബ്രിട്ടിൽനെസ് ഒക്കേഴ്സ് ഡ്യൂ ടു എക്സസ് ഓഫ് സിലിക്ക. സിലിക്ക കൂടിപ്പോയാലും പ്രശ്നമുണ്ട്, ബ്രിട്ടിൽനെസ് സംഭവിക്കുന്നു. ബ്രിട്ടിൽനെസ് എന്ന് പറഞ്ഞാൽ പൊടിഞ്ഞു പോവുക, അതായത് ഈ ബ്രിക്കൊക്കെ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ബ്രിട്ടിൽനെസ്, അതായത് പൊടിഞ്ഞു പോവുക എന്നാണ്. അപ്പോൾ സിലിക്ക കൂടി പോയി കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടിൽനെസ് സംഭവിക്കുന്നു, പൊടിയുന്നു. അപ്പോൾ അതുകൊണ്ട് സിലിക്കയും ആ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ വരാവൂ, എങ്കിലേ നല്ല ഗുഡ് ക്വാളിറ്റി കിട്ടത്തുള്ളൂ. പിന്നെ ലൈം എന്ന് പറഞ്ഞാൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ലൈമുള്ളൂ. ഏകദേശം 5% ആണ് ലൈം പ്രസൻ്റ് ആയിട്ടുള്ളത് ഒരു ഗുഡ് ബ്രിക്കിനകത്ത്. പിന്നെ ലൈം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യുന്നു. ആ ലൈം എന്ത് ചെയ്യുന്നു? സാൻഡ് പാർട്ടിക്കിൾസിനെ മെൽറ്റ് ചെയ്ത് മറ്റുള്ള പാർട്ടിക്കിളുമായിട്ട് ഫ്യൂസ് ചെയ്ത് നിലനിർത്തുന്നു. അതായത് ഈ ക്ലേയ്ക്കകത്തുള്ള സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ സാൻഡിനെയൊക്കെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള പാർട്ടിക്കിളുമായിട്ട് യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ഫ്ലെക്സായിട്ടാണ് ലൈം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈമിൻ്റെ ഈ ഒരു ഫങ്ഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് ഈ നമ്മൾ മുമ്പേ പഠിച്ച സിലിക്കയുടെ കൂട്ട് തന്നെ എന്താണ് ഷ്രിങ്കേജിൽ നിന്നൊക്കെ ബ്രിക്കിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ലൈം കൂടി പോയി കഴിഞ്ഞാൽ കൊണ്ട് ബ്രിക്ക് ലംബിയാകുന്നു, അതായത് അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നു. ലംബിയാകുന്നു എന്ന് പറഞ്ഞാൽ ഉരുകിപ്പോകാനുള്ള ചാൻസ് കൂടുകയാണ് ലൈം കൂടിപ്പോയാൽ. അപ്പോൾ അങ്ങനെ ലൈം കൂടിപ്പോയാൽ ബ്രിക്ക് ലംബിയാകുന്നു, ബ്രിക്ക് ഉരുകിപ്പോകുന്നു. അങ്ങനെ ഉരുകിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റേതായ ഒരു ഷേപ്പ് നിലനിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നു. ഇനി ലൈം എന്ന് പറയുന്നത് ഒരിക്കലും ലംബി ഫോമിൽ ലംസായിട്ട് ആക്ട് ചെയ്യത്തില്ല. അതായത് ലംബി ഫോമിൽ ആഡ് ചെയ്യത്തില്ല. ലൈം എന്ന് പറയുന്നത് ഒരിക്കലും ലംസ് ഫോമിൽ ആഡ് ചെയ്യത്തില്ല. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഫൈൻ പൗഡേർഡ് ഫോമിൽ മാത്രമേ ഈ ലൈം എന്ന് പറയുന്നത് ആഡ് ചെയ്യത്തുള്ളൂ. ലൈം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? ഫൈൻ പൗഡേർഡ് ഫോമിലാണ്, നോട്ട് ഇൻ ലംസ് ഫോമിലല്ല ആഡ് ചെയ്യുന്നത്. മഗ്നീഷ്യ എന്ന് പറയുന്നത് ബേണിങ്ങിൻ്റെ സമയത്ത് ഫ്ലെക്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ലൈം പഠിച്ചു, അത് ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? സാൻഡ് പാർട്ടിക്കിൾസിനെ മറ്റുള്ള പാർട്ടിക്കിൾസുമായിട്ട് ഫ്യൂസ് ചെയ്ത് നിർത്താനുള്ള ഫ്ലെക്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി മഗ്നീഷ്യ എങ്ങനെയാണ്? ഫ്ലെക്സായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നു, ബേണിങ്ങിൻ്റെ സമയത്തുള്ള ഫ്ലെക്സായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഒരുപോലെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അന്നേരം നമുക്ക് തിരിഞ്ഞു പോകരുത്. ബേണിങ്ങിൻ്റെ സമയത്ത് ഫ്ലെക്സായിട്ട് ആക്ട് ചെയ്യുന്നു മഗ്നീഷ്യ. ഇനി മഗ്നീഷ്യ കൂടിപ്പോയി കഴിഞ്ഞാൽ കൊണ്ട് എന്താണ്? ബ്രിക്ക് ഡീക്കേ ആയി പോകും, ബ്രിക്കിന് ഡാമേജ് ഉണ്ടാകുന്നു. സ്മോൾ ക്വാണ്ടിറ്റിയെ മഗ്നീഷ്യ വരത്തുള്ളൂ, അതായത് ഏറ്റവും കുറച്ച് 1% താഴെ മാത്രമേ മഗ്നീഷ്യ വരത്തുള്ളൂ. ഈ മഗ്നീഷ്യയാണ് ബ്രിക്കിനൊരു യെല്ലോ ടിൻറ്റ് കളറ് ഇമ്പാർട്ട് ചെയ്യുന്നത് ഈ മഗ്നീഷ്യയാണ്. അപ്പം മഗ്നീഷ്യയുടെ ആ ഒരു ഫങ്ഷൻ ഓർത്തിരിക്കുക. യെല്ലോ ടിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മഗ്നീഷ്യയാണ്. ആൻഡ് ഓൾസോ ഡിക്രീസ് ദ ഷ്രിങ്കേജ് ഓഫ് ബ്രിക്ക് ആഫ്റ്റർ ഡ്രൈയിങ്ങിന് ശേഷം എന്താണ്? ബ്രിക്കിനുണ്ടാകുന്ന ഷ്രിങ്കേജിനെയും ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഷ്രിങ്കേജിനെ ഇത് കുറയ്ക്കുന്നു. ഇത്രയുമാണ് മഗ്നീഷ്യ.
അടുത്തത് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിക്കിനകത്തുള്ള ലാസ്റ്റ് കോൺസിസ്റ്റുവൻ്റ് ആണ്. അതും സ്മോൾ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, 5-6% വരത്തുള്ളൂ അയൺ ഓക്സൈഡ്. 5-6% ലെസ് ക്വാണ്ടിറ്റിയിലാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതും ഫ്ലക്സായിട്ട് ആക്ട് ചെയ്യുന്നു. എങ്ങനെ? ടു ബൈൻഡ് ലൈം ആൻഡ് സാൻഡ് ഡ്യൂറിങ് ബേണിംഗ്. ലൈമും സാൻഡും തമ്മിൽ എന്താണ് ബൈൻഡ് ചെയ്ത് ഒരുമിപ്പിച്ച് നിർത്തുന്ന അല്ലെങ്കിൽ അതിനെ യോജിപ്പിച്ച് നിർത്തുന്നത് ആരാണ്? അയൺ ഓക്സൈഡാണ്. അപ്പം ലൈമും സാൻഡും തമ്മിൽ ബൈൻഡ് ചെയ്ത് നിലനിർത്തുന്നത് ആരാണ് ബേണിങ്ങിൻ്റെ സമയത്ത്? ഈ അയൺ ഓക്സൈഡാണ്. 5-6% വരെയുള്ളൂ, സ്മോൾ ക്വാണ്ടിറ്റിയാണത്. അതുപോലെ തന്നെ ഇറ്റ് ബൈൻഡ്സ് ദ പാർട്ടിക്കിൾ ഓഫ് ബ്രിക്ക് ടുഗദർ വിത്ത് വിച്ച് ഗീവ് എ ഗുഡ് ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത്. അപ്പോൾ എന്താണ് ഈ പാർട്ടിക്കിൾസിനെ, ബ്രിക്കിനകത്തുള്ള ആ പാർട്ടിക്കിൾസിനെയൊക്കെ ബൈൻഡ് ചെയ്ത് നിലനിർത്തുന്നത് ഈ അയൺ ഓക്സൈഡാണ്. അതുകൊണ്ട് തന്നെ ഈ അയൺ ഓക്സൈഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് നല്ല ഷേപ്പും കിട്ടും ബ്രിക്കിന്, അതുപോലെ തന്നെ നല്ല സ്ട്രെങ്തുമായിരിക്കും ബ്രിക്ക്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻ്റാണിത്. റെഡ് കളറ് ബ്രിക്കിന് നൽകുന്നത് ആരാണ്? അയൺ ഓക്സൈഡ്. നമുക്കറിയാം ചുമന്ന കളറിലാണ് ബ്രിക്കൊക്കെ ഇരിക്കുന്നത് അല്ലേ? ആ ഒരു റെഡിഷ് കളർ നൽകുന്നത് അയൺ ഓക്സൈഡാണ്. ഇനി അയൺ ഓക്സൈഡിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ, ദ എക്സസ് ഓഫ് ഇറ്റ്, അയൺ ഓക്സൈഡിൻ്റെ അളവ് കൂടിപ്പോയാൽ ഏത് കളറാകുന്നു? ബ്ലൂ ഓർ ബ്ലാക്കിഷ് കളറാകുന്നു. അതുപോലെ അയൺ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? യെല്ലോയിഷ് കളറാകുന്നു. അപ്പോൾ ഇൻസഫിഷ്യൻ്റ് അയൺ ഓക്സൈഡാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ബ്രിക്ക് എന്ന് പറയുന്ന ബ്രിക്കും എന്താണ്? യെല്ലോയിഷ് കളറായിട്ട് മാറുന്നു. അപ്പോൾ ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഇതെന്തിനാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഇത് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നല്ല ഷേപ്പ് സ്ട്രെങ്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അത് കൂടിപ്പോയാലുള്ള പ്രശ്നം, കുറഞ്ഞു പോയാലുള്ള പ്രശ്നം, ഇതെല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ കോൺസിസ്റ്റുവൻസ്, ഇത്രയും കോൺസിസ്റ്റുവൻ്റ് അടങ്ങിയാണ് നമ്മളൊരു ബ്രിക്ക് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.